ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ചാനലിലേക്ക് സ്വാഗതം. ദേവര പാർട്ട് 1 എന്ന് പറഞ്ഞ പടത്തിൽ സെക്കൻഡ് സിംഗിൾ പുറത്തിറങ്ങിയിരുന്നു. ആ പാട്ടാണ് ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ സോങ്സിൽ ഏറ്റവും പെട്ടെന്ന് 10 മില്യൺ പ്ലസ് വ്യൂസ് ആവുന്ന സോങ് ആയി മാറിയിട്ടുള്ളത്. സ്പോട്ടിഫൈയിലത്തെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ മണിച്ചിത്രതാഴ് എന്ന് പറഞ്ഞ പടം റീറിലീസിന് എത്തിയിരുന്നു. അതിപ്പോൾ 3 കോടി കടന്നിട്ടുണ്ട് വേൾഡ് വൈഡ് ആയിട്ട്. പിന്നെ മുഞ്ചിയ എന്ന് പറഞ്ഞിട്ടൊരു പടം പുറത്തിറങ്ങിയിരുന്നു. അതിപ്പോൾ ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആവുന്നുണ്ട്. പിന്നെ ബഡ്ഡി എന്ന് പറഞ്ഞിട്ടുള്ള പടം ഓഗസ്റ്റ് 30 നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങുന്നതായിരിക്കും. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ എന്ന് പറഞ്ഞ 4 ഭാഷകളിലായിരിക്കും പുറത്തിറങ്ങുക. പിന്നെ ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ പടം ഇറങ്ങിയിട്ട് ഇപ്പോൾ 18 വർഷമായിരിക്കുകയാണ്. പിന്നെ 35 ചിന്ന കഥക്കാട് എന്ന് പറഞ്ഞ പടം നീട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുതിയ റിലീസ് ഡേറ്റ് സെപ്റ്റംബർ 6 എന്നുള്ള അറിയിച്ചു. പിന്നെ ഈ പടം തലവൻ എന്ന് പറഞ്ഞിട്ടൊരു പടം വരുന്നുണ്ട്. അപ്പോൾ ആ പടം സെപ്റ്റംബറിൽ റിലീസ് ആവുമെന്നുള്ള അറിയിച്ചു. ഡേറ്റ് അറിയിച്ചിട്ടില്ല. പിന്നെ പൊന്മ എന്ന് പറഞ്ഞ ബേസിൽ ജോസഫിൻ്റെ പടത്തിലത്തെ ബേസിൽ ജോസഫിൻ്റെ പോസ്റ്ററും മോശം പോസ്റ്റർ വന്നിരുന്നു. ഇപ്പോൾ സജിൻ ഗോപുവിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ അമരൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ തെലുഗു തിയേറ്ററിക്കൽ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ശ്രേഷ്ഠ മൂവീസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണെന്നുള്ള അറിയിച്ചു. പിന്നെ പരാരി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഓഡിയോ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് സരിഗമ എന്നുള്ള അറിയിച്ചു. പിന്നെ സിരിപ്പോൾ ശനിവാരം, സൂര്യ സാറ്റർഡേ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിന് എന്തായാലും അതിൻ്റെ കേരളത്തിലുള്ള റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ശ്രീഗോകുലം മൂവീസ് ആണെന്നുള്ള അറിയിച്ചു. പിന്നെ പടത്തിൻ്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ പടത്തിന് യൂബാരി സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. സെൻസറിങ് കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ പടത്തിൻ്റെ 5 days to go പോസ്റ്റ് വന്നിരുന്നു. ഇതൊരു ഗംഭീര പോസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. വണ്ടി പോകുമ്പോൾ ഈ ചളി വെള്ളം തെറിക്കണത് 5 എന്നാക്കിയ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മാസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള പടം റിലീസിന് ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് ട്രെയിലർ പുറത്തിറങ്ങി ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഓഗസ്റ്റ് 28 പുറത്തിറങ്ങുന്നത്. നാഗാർജുനന്റെ ബർത്ത്ഡേ ആയിട്ടാണ് അത് വരാൻ പോകുന്നത്. പിന്നെ വിരുന്ന് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ വന്നു. ആക്ഷൻ കിങ് അർജുൻ അഭിനയിക്കുന്ന പടമാണ്. പിന്നെ ഉറുക്ക് പട്ടേൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം സെപ്റ്റംബർ 7 പുറത്തിറങ്ങുന്നത് അറിയിച്ചു. പിന്നെ ബക്കിംഗ്ഹാം മർഡേഴ്സ് എന്ന് പറഞ്ഞ പടത്തിലത്തെ ഒരു പുതിയ പോസ്റ്റർ വന്നു. സെപ്റ്റംബർ 13 പടം റിലീസ് ആവുക. പിന്നെ എമർജൻസി എന്ന് പറഞ്ഞ പടത്തിലത്തെ സിംഗാസൻ കാലി കർദ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് 26 പുറത്തിറങ്ങുന്നത് അറിയിച്ചു. പിന്നെ ഡിമോൻ്റെ കോളനി 2 എന്ന് പറഞ്ഞ പടത്തിലത്തെ ഡിലീറ്റഡ് സീൻ നമ്പർ 1 പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ രായ എന്ന് പറഞ്ഞ പടം OTTയിൽ റിലീസായിരുന്നു. ഇപ്പോൾ രായ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ കഥ ഇന്ന് വരെ എന്ന് പറഞ്ഞിട്ടുള്ള ബിജു മേനോൻ്റെ പടം സെപ്റ്റംബർ 20 പുറത്തിറങ്ങുന്നത് അറിയിച്ചു. പിന്നെ 2K ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയി എന്നുള്ള അറിയിച്ചു. പിന്നെ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ പുറത്തിറങ്ങി. ഒരു കുഴപ്പമില്ലാത്ത ടീസറായിട്ടാണ് തോന്നി. ഒമർ ലുലുവിൻ്റെ അടുത്തൊരു വരവാണ്, എന്താവും എന്നുള്ളത് കണ്ടറിയണം. പിന്നെ സ്ത്രീ 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം 401 കോടിയിലും കൂടുതൽ നേടിയിട്ടുണ്ട് ഒരാഴ്ച കഴിയുമ്പോൾ. എന്തായാലും 500 കോടിക്കുള്ള പോക്കാണ്. പിന്നെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ലോകസ്കനരാജ് എടുക്കുന്ന പടമാണ് കൂലി എന്ന് പറഞ്ഞിട്ടുള്ള പടം. ആ പടത്തിൽ ഉപേന്ദ്ര ഉണ്ടാവും എന്നുള്ളതൊക്കെ റൂമർ കേട്ടായിരുന്നു. ഇപ്പോൾ കൺഫേം ആയ രീതിയിലാണ് ഇപ്പോൾ ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഉപേന്ദ്ര ഓൺബോർഡ് ആയി എന്നുള്ളത്. പിന്നെ കങ്കുവ എന്ന് പറഞ്ഞ പടത്തിൻ്റെ സെക്കൻഡ് സിംഗിൾ വരാൻ പോവാണ്. അത് ഈ ഓഗസ്റ്റ് ലാസ്റ്റിലൊക്കെ ആയിട്ട് പുറത്തിറങ്ങുന്നുള്ളതും കേൾക്കുന്നുണ്ട്. അത് ഗോവയിൽ വെച്ച് ഷൂട്ട് ചെയ്തൊരു പാട്ടാണ്. എന്തായാലും വരട്ടെ. ഫസ്റ്റത്തെ സോങ് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും സെക്കൻഡ് സോങ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കൊണ്ടൽ എന്ന് പറഞ്ഞ പടത്തിലത്തെ ഡാൻസിങ് റോസ് ഷബീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ആളതിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. പിന്നെ പടത്തിൻ്റെ ടീസർ ഇന്ന് വരെ എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ടീസർ ഡ്രോപ്പിംഗ് ടുമാറോ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ വന്ന പോസ്റ്ററാണ്. എന്തായാലും ഇന്ന് ടീസർ വന്നു. ടീസർ കണ്ടിട്ട് പടം ഓണത്തിന് വിന്നറാവുന്നുള്ളതിനാണ് തോന്നുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ ARM ഒക്കെ ഉണ്ട്. എന്തായാലും വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ പടങ്ങളൊന്നും അങ്ങനെ മോശമായിട്ടില്ല. ഇത് ടീസർ കണ്ടിട്ട് നല്ല പ്രതീക്ഷയാണ്. പക്ഷേ ഈ ടീസറിൽ രാജ്വി ഷെട്ടിനെ കാണിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. എന്തായാലും ഒരു ഇടിപ്പടം തന്നെയാണ്. പിന്നെ പടം ഓണത്തിനാണ് റിലീസ്. അപ്പോൾ ഇപ്പം തന്നെ അതിൻ്റെ ട്രെയിലറും വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ARM അജയൻ്റെ 2ാം മോഷണം എന്ന് പറഞ്ഞിട്ടുള്ള പടം, ഇതും സെയിം ഓണത്തിന് റിലീസാകാൻ പോകുന്ന പടം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഹിന്ദി ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് AA ഫിലിംസ് എന്ന് വെച്ചാൽ അമേരിക്കൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ആയിട്ടുള്ള AA ഫിലിംസ് ആണെന്നുള്ള അറിയിച്ചു. പിന്നെ പടത്തിൻ്റെ ട്രെയിലറിൻ്റെ ലോഞ്ച് നടക്കുന്നത് ഓഗസ്റ്റ് 25 എന്ന് വെച്ചാൽ തന്നെ അത് 6 മണിക്കാണ് നടക്കുന്നത് ലുലു മാളിൽ വെച്ചിട്ട് ട്രിവാൻഡ്രം. പിന്നെ അതിൻ്റെ ട്രെയിലർ വരുന്നത് ഇന്ന് 6 മണിക്ക് തന്നെയാണ്. ഐ തിങ്ക് മ്യൂസിക്കിലായിരിക്കും വരിക. എന്തായാലും അതിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ട്രെയിലർ ഗംഭീര എന്നുള്ളതൊക്കെയാണ് വാർത്തകൾ കേൾക്കുന്നത്. എന്തായാലും കണ്ടറിയാം. പിന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള തലവതി ജല പടത്തിൻ്റെ കുറേ സ്റ്റിൽസൊക്കെ വന്നിട്ടുണ്ട്. ഒക്കെ ഇതിൽ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ പടത്തിൻ്റെ ഹിന്ദി ട്രെയിലർ സ്ത്രീ 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഇപ്പോൾ തിയേറ്ററിലൊക്കെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ സ്ത്രീ 2 ഒക്കെ തിയേറ്ററിൽ പോയി കാണുന്നവർക്ക് ഈ പടത്തിൻ്റെ ഹിന്ദി ട്രെയിലർ കാണാവുന്നതാണ്. പിന്നെ വെങ്കട് പ്രഭു ഒരു കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ പടത്തിൻ്റെ അടുത്ത പാട്ട് എന്നുവെച്ചാൽ അടുത്ത സിംഗിൾ വരാൻ പോവാണ്. അത് ഈ ആഴ്ചയുടെ ഉള്ളിൽ അല്ലെങ്കിൽ 2-3 ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് അനൗൺസ് ചെയ്യുന്നുള്ള രീതിയിലാണ് പുറത്തിട്ടിട്ടുള്ളത്. അത് തൃശ്ശനായിട്ടുള്ള സോങ് ആയിരിക്കും എന്നുള്ളതാണ് വിചാരിക്കുന്നത്. ഇനി എന്താവും എന്നുള്ള അറിയില്ല. പിന്നെ ഈ പടത്തിൻ്റെ കേരളത്തിലത്തെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എപ്പോഴാണ് നടക്കുക എന്നുള്ളത് 4 മണിന്ന് കേട്ടിരുന്നു. പക്ഷെ അതല്ല 6 മണി അല്ലെങ്കിൽ 7 മണി ആവുന്നുള്ള കേട്ടിരുന്നു. ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ചിട്ട് 7 മണി എന്നുള്ളതാണ് ഉറപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലത്തെ കാര്യമാണ് പറയുന്നത്. തമിഴ്നാട്ടിലൊക്കെ 9 മണിക്കാണ് ഉണ്ട്. ഇനിയിപ്പോൾ കേരളത്തിൽ പെർമിഷൻ കിട്ടുകയാണെങ്കിൽ 4 മണിക്കും വെക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴത്തെ ഇതനുസരിച്ചിട്ട് 7 മണിക്കാണ്. പിന്നെ ഇപ്പോൾ കാണിച്ച സ്റ്റിൽസിൽ ഫസ്റ്റ് കാണിച്ചൊക്കെ ഈ ട്രെയിലറിൽ കണ്ട മാതിരത്തെ സ്റ്റിൽസ് തന്നെയാണ്. പക്ഷേ കുറച്ച് ഇപ്പോൾ 2-3 കാണികളൊക്കെ വേറെ രീതിയിലാണ്. ഇതിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട് ഇപ്പോൾ ഈ പോസ്റ്ററാണ് അല്ലെങ്കിൽ ഈ സ്റ്റില്ലാണ്. ഇതൊരു ഗംഭീര സ്റ്റില്ലായിട്ടാണ് തോന്നിയത്. എന്തായാലും പടത്തിൻ്റെ സെൻസറിങ് കഴിഞ്ഞിട്ട് റൺ ടൈമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ റൺ ടൈം അതിനായിട്ട് കൂടുതലുണ്ട്. 2 മണിക്കൂറും 59 മിനിറ്റും 39 സെക്കൻഡാണ് പടത്തിൻ്റെ റൺ ടൈം. എന്ന് വെച്ചാൽ 179 മിനിറ്റും 39 സെക്കൻഡും. അതിൽ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്
1 മണിക്കൂർ 27 മിനിറ്റ് എന്നുള്ളതാണ് കേൾക്കുന്നത്. സെക്കൻഡ് ഹാഫ് 1 മണിക്കൂർ 32 മിനിറ്റ് ആണ്. സെക്കൻഡ്സിൻ്റെ കണക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇതിൽ 3 മിനിറ്റ് ഈ പടത്തിൻ്റെ ഒരു ബ്ലൂപ്പേഴ്സ് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ലാസ്റ്റ് കൊണ്ടുപോയിടും എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പിന്നെ ഈ പടത്തിൻ്റെ ഒഫീഷ്യൽ മെർച്ചൻഡൈസ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആരൊക്കെ എന്നുള്ളത് അവരറിയിച്ചിട്ടുണ്ട് ഏജസ് എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ ഞാൻ അതിൽ കൊടുക്കാം. പിന്നെ മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും കൂടിയിട്ട് ഒന്നിക്കാൻ പോവുകയാണ് ഒരു പടത്തിന് വേണ്ടിയിട്ട്. അത് ഇൻസ്റ്റാഗ്രാമിൽ 2 അക്കരം കൊളാബ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. എന്തായാലും മമ്മൂട്ടി മോഹൻലാലും മേജർ രവിയും കൂടിയിട്ട് ഇരിക്കുന്ന രീതിയിലുള്ള ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഈ പടം എന്ന് പറയുന്നത് ഫഹദ് ഫാസിൽ, സുരേഷ് ഗോപി, മമ്മൂട്ടി ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്ന മാഷ് നാരായണൻ്റെ പടമാണ്. അപ്പോൾ അതിൽ മോഹൻലാലും ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്തായാലും വരട്ടെ, ഗംഭീരമാവട്ടെ. അപ്പോൾ അതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.